ഹല്ലേലൂയ. സന്തോഷമുള്ള എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രത്യാശയുള്ളവരെല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 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 ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം 1 രാജാക്കന്മാർ 19 അധ്യായം അതിൻ്റെ 21 അവസാനത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിന്നെ അവർ എഴുന്നേറ്റ് ഏലിയാവിൻ്റെ പിന്നാലെ ചെന്ന് അവന് ശുശ്രൂഷകനായി. ഈ വാക്യത്തെ ആസ്പദമായിട്ടാണ് ഞാൻ ഇന്ന് വചനം സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് യാത്ര തുടങ്ങി. ഈ വിഷയത്തെ നിങ്ങൾക്ക് നന്നായിട്ട്, ഇതിൻ്റെ പശ്ചാത്തലങ്ങളും ഇതിൻ്റെ സംഭവങ്ങളും എല്ലാം നന്നായി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ഒരു വ്യത്യസ്തമായ ചിന്തയിൽ അപ്പുറത്തേക്ക് എന്നോട് ദൈവം സംസാരിച്ച ചില വിഷയങ്ങൾ നിങ്ങളോട് പങ്കുവെച്ച് വളരെ വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ വചനം എടുക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് തുടങ്ങി വരാൻ ഒരു പ്രശ്നമുണ്ട്. ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടി അതിലേക്ക് കയറാൻ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതിൻ്റെ ഒരു സ്ട്രഗിൾ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അതൊന്ന് ഓവർകം ചെയ്താൽ ഞാൻ പിന്നെ അങ്ങനെ ദൈവസഹായിച്ച് അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ഈ പ്രസംഗങ്ങളിൽ ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ സന്തോഷിക്കുന്നുണ്ട് പാസ്റ്റർ. കാരണം ഇങ്ങനെ പ്രസംഗിക്കാൻ അവസരം കിട്ടുന്നത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കാൻ എനിക്ക് കഴിയുന്നു. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ പ്രസംഗിക്കുന്നത് കൊണ്ട്, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് കൊണ്ട് ആ പ്രസംഗത്തിൽ നിലനിൽക്കാനുള്ളൊരു ശ്രമം ഞാൻ നടത്തി നോക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അവസരങ്ങൾ ഒരിക്കലും നിങ്ങൾ കളയരുത്, തട്ടിക്കളയരുത്. നിങ്ങളുടെ അവസരങ്ങൾ അത് നിങ്ങളെ ആത്മീകമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഞാനിവിടെ പറയുവാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏലിയാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ, ജീവിതത്തിൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, യേശു കർത്താവ് അടുത്ത് വന്ന്, അല്ലെങ്കിൽ ദൂതൻ അടുത്ത് വന്ന്, യഹോവയെ അടുത്ത് വന്ന് തോളത്ത് തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് ഒരു ശുശ്രൂഷകൾ കൊടുത്തു വിടുകയാണ്. ഒരു 3 കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. അതിലത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നീ ആരുടെയാണ് ഈ വാക്യം ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാർ 19 അധ്യായത്തിന്റെ 15 വാക്യം. നീ പുറപ്പെട്ട് ദമ്മേശെക്കിലെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. 2-3 ആബേൽ മൊഹോലയിൽ നിന്നുള്ള സഫാത്തിന്റെ മകനായ ഏലിശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. അതെ, സാഫാത്തിന്റെ മകനായ ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുക. 3ാമത്തെ ശുശ്രൂഷയാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വചനം പഠിക്കുമ്പോൾ ഞാൻ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, പ്രവാചകന്മാരുടെ ഒരു സ്കൂൾ തന്നെ ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുടെ ഒരു സെമിനാരി തന്നെ ഉണ്ടായിരുന്നു. അത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. 1 ശമൂവേലിൽ 19-20 വായിച്ചാൽ മനസ്സിലാവും. പ്രവാചകന്മാരുടെ ഒരു കൂട്ടവും ഗണവും തന്നെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സെലക്ഷൻ വന്നു വീണത് എവിടെയാണെന്നറിയാമോ? ഇതിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യാത്ത ഒരാളുടെ മേലിലേക്ക് ആ സെലക്ഷൻ വന്നെത്തി. ഇന്ന് ശുശ്രൂഷകൾ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ശുശ്രൂഷകൾ ഒരാളുടെ കൈകൾ ഏൽപ്പിച്ചു കൊടുത്തേക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇതിനകത്ത് സെലക്ഷൻ വന്നെത്തിയിട്ടുള്ളവരെല്ലാവരും, നമ്മൾ ഓരോരുത്തരും സെലക്ഷനിൽ എത്തിപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്ന കാര്യമല്ല. ഞാൻ ഓർത്തോണം, സെലക്ഷൻ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സെലക്ഷൻ എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്കല്ല ഇത് എത്തിപ്പെടുന്നത്, നമ്മൾ ഉദ്ദേശിക്കാത്ത ഇടത്തും സെലക്ഷൻ എത്തിപ്പെടും. അത് റിസീവ് ചെയ്യാൻ, അത് കേൾക്കാൻ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ എലീശ എന്താ ചെയ്തേ? ആ പുതപ്പ് അവന്റെ മേലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്താ ചെയ്തേന്ന് നീ ഓർത്തോണം. ഞാൻ നിനക്ക് എന്തു ചെയ്തു എന്ന് ഓർത്തോണം. ഞാൻ ഒന്ന് പോയിട്ട് എൻ്റെ പിതാവിനെയും മാതാവിനെയും ഒന്ന് ചുംബിച്ചിട്ട് വരാം. സന്ദേശ് ബ്രദറിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം. 2 പ്രവാചകന്മാരുടെ കാര്യമാണ് പറയുന്നത്. ഒരാളുടെ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ഒരു ശുശ്രൂഷകനിലേക്ക് തൻ്റെ ശുശ്രൂഷകൾ കൈമാറുന്ന ഒരു രംഗമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ
നമ്മൾ ഇവിടെ ഇന്ന് ഓരോരുത്തർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ഇപ്പോഴും ആ സെലക്ഷൻ വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഇന്ന് ദൈവത്തെ വിശ്വസിച്ചിറങ്ങിയ നമ്മൾ എല്ലാവരും, ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയട്ടെ, നമ്മൾ എല്ലാവരും സെലക്റ്റഡ് ആണ്. വി ഓൾ ആർ സെലക്റ്റഡ്. നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങി. എന്നാ കർത്താവിനെ വിശ്വസിച്ച് തുടങ്ങിയ സമയം മുതൽ, നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് തുടങ്ങിയ സമയം മുതൽ നമ്മൾ സെലക്റ്റഡ് ആയി. നമ്മൾ അവന്റെ ശുശ്രൂഷയിൽ സെലക്റ്റഡ് ആയി. നമ്മൾ അവന്റെ ശുശ്രൂഷയിൽ കാലുകൾ മുൻപോട്ട് വെച്ച് യാത്ര തുടങ്ങി. എത്ര നാളായി നമ്മൾ യാത്ര തുടങ്ങിയിട്ട്? എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ സ്നാനപ്പെട്ടിട്ട് ഏകദേശം ഒരു 24 വർഷമായിട്ടുണ്ടാകും. 24 വർഷമായിട്ട് നമ്മൾ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ലിറ്ററലി പ്രസംഗിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പ്രസംഗിക്കുകയല്ല, ജീവിതം ഒരു ശുശ്രൂഷയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ ഇത് ചെയ്യുന്നതല്ല, ഞാൻ അത് നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറയാം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ സെലക്ഷൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മളിലേക്ക് ഒരു സെലക്ഷൻ വന്നെത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽ ആ സെലക്ഷന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. എല്ലാം വിട്ടിട്ട് അജിബ്രദർ എന്താ അറിയോ, എല്ലാം വിട്ടിട്ട് അപ്പനെയും അമ്മയും ചുംബിക്കാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ അതെടുത്തോ, ആ സമയം നീ എടുത്തോ. കണ്ടുപോയി അവരോട് സ്നേഹചുംബനവും കൊടുത്തിട്ട് തിരിച്ച് ഏലിയാവിന് എന്തായി തീർന്നെന്നാ പറഞ്ഞേ? ശിഷ്യനായി തീർന്നെന്നല്ല, അവനൊരു ശുശ്രൂഷകനായി, അവനൊരു സെർവന്റായി മാറി. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ ഏലീശയെ അഡ്രസ് ചെയ്യുന്നത്, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഒരുത്തൻ ഇവിടെ ഉണ്ട്, പ്രവാചകനായി. ഇവിടെ പ്രവാചകന്മാരില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചവൻ സെർവന്റായി മാറി. അന്നു മുതൽ അവൻ സെർവന്റായി മാറി. നമ്മൾ സെർവന്റായി മാറി. ആരുടെ? ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായി അവന്റെ കൈകളിൽ സമർപ്പിക്കപ്പെട്ട ഒരു സെർവന്റായി മാറി. തുടങ്ങിയ സമയം, ഞാൻ പറയുന്ന സമയം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഏകദേശം ഞാൻ ടൈം സ്പാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കി. എനിക്ക് എങ്ങൊന്നും കിട്ടിയില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, അവിടെ എല്ലാം ഒന്ന് പരതി നോക്കിയിട്ടും എനിക്ക് പ്രോപ്പറായിട്ടൊരു സംഗതി എത്തിപ്പെടാൻ പറ്റില്ല. ഈ ശുശ്രൂഷ സെർവന്റായി തുടങ്ങിയതും ഇവന്റെ ആദ്യത്തെ അത്ഭുത ശുശ്രൂഷകളും തമ്മിൽ ഏകദേശം ഒരു 6-7 വർഷത്തിന്റെ ഗ്യാപ്പുണ്ട്. ഏലിയാവിന്റെ കൈകളിൽ നിന്ന് ശുശ്രൂഷ വാങ്ങി, അല്ലെങ്കിൽ അവന് സെർവന്റായ തുടക്കം, അവൻ്റെ കൂടെ ചേർന്ന് നടന്ന അന്നു മുതൽ ഇവിടെ വരെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ശുശ്രൂഷകളും താൻ ചെയ്തിട്ടില്ല. ശുശ്രൂഷയിൽ അവനെ സപ്പോർട്ട് ചെയ്ത് അവന് സെർവന്റായി മുമ്പോട്ട് പോയി. നമുക്കും തോന്നുമായിരിക്കും, നമ്മൾ ഇറങ്ങിയിട്ട് കുറേ നാളായി, ഇതുവരെ ഒന്നും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇന്നാരോ ഇവിടെ പറഞ്ഞായിരുന്നു, സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും ഗോഡ് ഡിസൈൻ എ ടൈം ഫോർ എവ്രി വൺ. അത് വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ? എല്ലാ വ്യക്തികൾക്കും ഓരോ സമയങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വരെ നമ്മൾ വളരെ പ്രാർത്ഥനയോടും ആ ശുശ്രൂഷയിൽ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അടുത്ത 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാർ 2-ന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. വായിക്കേണ്ട. 2-ന്റെ 1 മുതലുള്ള 15 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ, ഞാൻ ഇങ്ങനെ എഴുതിയ ജേർണി ഓഫ് ഹിസ് ലാസ്റ്റ് ഡേ ഓൺ ദിസ് എർത്ത്. ഒരു വ്യക്തിയുടെ അവസാനത്തെ ദിവസത്തെ യാത്ര. നിങ്ങളൊന്ന് കേട്ട്, ഒരു പോയറ്റിക് പോലെ തോന്നുന്നില്ലേ? ഒരു വ്യക്തിയുടെ അവസാനത്തെ ദിവസത്തെ യാത്രയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. 15 വരെയുള്ള യാത്ര. ഒരു വ്യക്തിയുടെ അവസാന ദിവസത്തെ, ഈ ഭൂമിയിലെ ഏലിയാവ് മരിക്കുകയല്ലായിരുന്നു, എടുക്കപ്പെടുകയായിരുന്നു. അവന്റെ ഭൂമിയിലെ അവസാന ദിവസത്തെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏലിയാവ്. നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ നമ്മുടെ അവസാനത്തെ ദിവസം നമ്മൾ അറിഞ്ഞു. ഇന്നാണ് നമ്മുടെ അവസാന ദിവസം. എന്തായിരിക്കും നമ്മുടെ പരക്കം പാച്ചിൽ? തീർച്ചയായിട്ടും കാർഡിന്റെ പിന്നെങ്കിലും കൊടുക്കാതെ നമ്മൾ പോകത്തില്ല, അല്ലേ? ഇത് ഇത്ര രൂപ ഇതിനകത്തുണ്ട്, ഇത്ര രൂപ അവിടെ ഉണ്ട്, ഇത്ര രൂപ ഇവിടെ ഉണ്ട്, ഇത്ര രൂപ കടവുമുണ്ട്, ഇതെങ്കിലും പറയാതെ നമ്മൾ പോകും. പിന്നെ ഏറ്റവും അടുത്ത
ബന്ധത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരോടെങ്കിലും, ഇപ്പൊ മനോജാൻ ആണെങ്കിൽ ഡിനി ചേച്ചിയോട് ഒന്ന് ഒരു 10 മിനിറ്റ് അവർ പുള്ളിക്കാരോട് ഇരിക്കും, മക്കളോട് ഇരിക്കും. നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ സമയം സ്പെൻഡ്, കാരണം ബിക്കോസ് നമ്മുടെ ഡേ ഈസ് ഡൺ, നമ്മുടെ ദിവസം കഴിഞ്ഞു. നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുത്ത സ്നേഹത്തിൽ. ഇന്നലെ ലിജോ വാസ് മച്ച് അപ്രീഷിയേറ്റഡ് ആ പറഞ്ഞത്. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി എനിക്ക് ഭയങ്കരമാണ്. ഞാൻ സാറിനോട് പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ക്രിസ്തു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചെന്നറിയാമോ? ജീവൻ തന്ന. നമ്മൾ കാണിക്കുന്നതെല്ലാം പ്രകടനമാണ്. നമ്മൾ കാണിക്കുന്നതൊക്കെ പ്രകടനമാണ്. നമുക്ക് സിജോ ചാനു വേണ്ടി എനിക്ക് ജീവൻ തരാൻ പറ്റുമോ? തരുമോ? അപ്പൊ ഞാൻ കാണിക്കുന്നത് ബാഹ്യ പ്രകടനങ്ങൾ മാത്രമാണ്. വളരെ ചിന്തനീയമായ ഒരു സംഭവമായിരുന്നു. എനിക്ക് വളരെയധികം എന്നെ ആ ഒരു പോയിന്റ് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്തു. ആ വിഷയമല്ല നമ്മുടെ വിഷയം. നമ്മുടെ ലാസ്റ്റ് ദിവസത്തെ ശുശ്രൂഷ എങ്ങനെയായിരിക്കും? ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന ഏറ്റവും അടുത്ത വ്യക്തികളോട് കൂടെ ചേർന്ന് നിന്ന് ആ ദിവസം അവസാനിപ്പിക്കുക എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക? അങ്ങനെയല്ലേ ആഗ്രഹിക്കുക? അതല്ലാതെ ആഗ്രഹിക്കുന്ന ആരുണ്ടോ? അജുവിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. അജു ആഗ്രഹിക്കുന്ന ഒരു കർത്താവിൽ നിന്ന് റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അജു എന്തായിരിക്കും പെട്ടെന്ന്? കർത്താവ് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്, കർത്താവ് ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക. കർത്താവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവം എന്നോട് ഇങ്ങനെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ചോദ്യം. ഏലീശയുടെ കൂടെ ഏലിയാവിന്റെ കൂടെ ഏകദേശം 6-7 വർഷക്കാലം വളരെ സൈലന്റ് ആയി അവനെ സെർവ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. ആ ലാസ്റ്റ് ഡേയിൽ അവൻ തിരിച്ചറിഞ്ഞു, എൻ്റെ യജമാനൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. തിരിച്ചറിവ് നോക്കണം. കൂടെ നടന്നാലേ തിരിച്ചറിവുകൾ ഉണ്ടാകത്തുള്ളൂ. നെക്സ്റ്റ് എന്തെന്റെ മുമ്പിൽ വരുമെന്ന് തിരിച്ചറിയണമെങ്കിൽ കൂടെ നടന്നോണം. കൂടെ നടന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് മൊമെന്റ്. തിരിച്ചറിയാൻ പറ്റും. യു ക്യാൻ പ്ലാൻ, യു ക്യാൻ ഡിസൈഡ്, യു ക്യാൻ പ്രിപ്പയർ. ആ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവ ഏലിയാവിനെ ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ഭാവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഭാവിച്ചിരിക്കുമ്പോൾ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഗോഡ് ഹാവ് എ ടൈം ഫോർ എവ്രിതിങ്. ഗോഡ് ഹാവ് എ ടൈം ഫോർ എവ്രിതിങ്. നമ്മൾ അതിന് മുമ്പിലുമല്ല അതിന്റെ പിമ്പിലുമല്ല, ആ സമയത്ത് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടുണ്ട്. എൻ്റെ യജമാനനെ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് എടുക്കും. എത്ര പേർക്ക് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ട്? നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് എത്ര പേർക്ക് തിരിച്ചറിവുണ്ട്? നമ്മുടെ ലക്ഷ്യം എന്തുവാ? ആമേൻ. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ പലപ്പോഴും തട്ടിപ്പോകാറില്ലേ? ഏലീശ ഒരു സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരാളല്ല. ശുശ്രൂഷകനായി മാറി ഒരു പ്രവാചക ഉള്ളപ്പോൾ തന്നെ സെലക്ഷൻ വന്നു വീണത് എവിടെയാണെന്ന് അറിയാമോ? സഫാത്തിന്റെ മകനായ ഏലീശയുടെ മുകളിൽ വന്നു വീണു. അങ്ങനെയെങ്കിൽ നമ്മളെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷയെ, നമ്മളെ മേൽ പകർന്നിരിക്കുന്ന കോളിങ്ങിനെ, സെലക്ഷനെ ഇന്ന് പകൽക്കാലം നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. കർത്താവ് നമ്മളെക്കുറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നമ്മൾ വിചാരിക്കും, ഈ ഒരു ഇത്രയും നാളായി ദൈവമേ 38 വർഷമായി. ഇപ്പൊ സാധിച്ചാൻ പറയും ഒരു 10, 38, 40 വർഷമായി ഞാൻ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. എവിടെയാണ് ഒരു ബ്രേക്ക് ത്രൂ എനിക്കുണ്ടായിരുന്നത്? The time God has decided for a breakthrough. ശുശ്രൂഷയിൽ ഒരു ബ്രേക്ക് ത്രൂ, സ്പിരിച്വൽ ലൈഫിൽ ഒരു ബ്രേക്ക് ത്രൂ. ആൻഡ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ the rest of the thing will happen. അതിന്റെ കൂടെ നിങ്ങളുടെ കൂടെയുള്ള കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഫോക്കസ് അവിടെ അവനൊരു ശുശ്രൂഷകനായി തീർന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒരു യാത്ര അവിടെ സംഭവിക്കുന്നുണ്ട്. ഏലിയാവ് ഒരു യാത്രയ്ക്ക് തയ്യാറാകുകയാണ്. ഒരു 3-4 സ്ഥലങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഗിൽഗാലിൽ നിന്ന് യാത്ര തുടങ്ങി ബഥേലിലെത്തി. ബഥേലിൽ നിന്ന് ജെറിഗോയിലേക്ക് പോയി. ജെറിഗോയിൽ നിന്ന് യോർദാനിലേക്ക് പോയി. The last day, look at the last day. കാരണം ഇന്ന് ഇതൊറ്റ ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് ആ വാക്യത്തിൽ തന്നെ പറയാൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം എല്ലാ പ്രവാചകന്മാരും ശിഷ്യഗണങ്ങളും പറയുന്നുണ്ട് ഇന്ന് 3 തവണ ആ ഏലീശയോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇന്ന് നിന്റെ പ്രവാചകനെ, നിന്റെ മാസ്റ്ററിനെ ഇന്ന് എടുക്കുവാണെന്ന് നിനക്കറിയാമോ? അടുത്തടുത്ത് വരുമ്പോൾ ഇന്ന്
അടുത്തടുത്ത് വരുമ്പോൾ ഇന്ന്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ദിവസമാണ്. ഈ യാത്ര മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് ഒറ്റ ദിവസമാണ്. ഈ യാത്രയിൽ കൂടെ ആരുണ്ടായിരുന്നെന്നറിയാം? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞപ്പോ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളുക. ഈ ഓർമ്മയുള്ള ഏലീശ അവനെ വിട്ടുപിരിയാതെ കൂടെ നടന്നു. ഈ ഓർമ്മയുള്ള ഏലീശ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് നിങ്ങൾ ഓർക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ഏരിയയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, യേശു കർത്താവ് വീണ്ടും ഇന്ന് പകൽക്കാലം നമ്മളെ സഭയായി ഓർപ്പിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കുക. ഞാൻ ജീവൻ തന്നാ നിങ്ങളെ വിളിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവൻ തന്നാ നിങ്ങളെ നേടിയെടുത്തിരിക്കുന്നത്. പ്രവാചക ആ ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുമ്പോ ഏലിയാവ് പറയുന്നു, നീ ഗിൽഗാലിൽ നിന്ന് യാത്ര പുറപ്പെടുക, ലാസ്റ്റ് ഡേ, മാസ്റ്ററിന്റെ ലാസ്റ്റ് ഡേ. ശിഷ്യൻ പറയുക, നോ, ശിഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, സെർവന്റ് പറയുക, ഇല്ല, ഞാൻ നിന്റെ കൂടെ വരും. മാസ്റ്റർ പറയുന്നു, നീ അവിടെ ഇരുന്നോ, നീ ഇവിടെ ഇരുന്നോ, നീ വരണ്ട, നീ ഇവിടെ സ്റ്റേ ചെയ്തോ. പക്ഷെ തിരിച്ചു പറയുന്ന ഒരു ഉത്തരവുണ്ട്, യഹോവയാണ് നിൻ ജീവനാണ്, നീയാണ്, ഞാൻ നിന്നെ ഒരു നാളും ഞാൻ നിന്റെ കൂടെ നടക്കും. ഞാൻ നിന്നെ പിരിഞ്ഞിട്ടുള്ളൊരു പരിപാടിയില്ല. ഞാൻ നിന്റെ കൂടെ, ഐ വിൽ സ്റ്റേ ക്ലോസ് ടു യു. അതായത് ഇതൊരു ഡിസൊബീഡിയൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവനുള്ള തോന്നൽ, അവൻ്റെ മനസ്സിൽ അവന് കിട്ടിയ ഉണർവുണ്ട്, അവന് കിട്ടിയ ഒരു പുതപ്പുണ്ടായിരുന്നു. അന്ന് പറഞ്ഞൊരു വാക്കുമുണ്ടായിരുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു. എൻ്റെ മാസ്റ്റർ എൻ്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് മായുന്നത് വരെ ഞാൻ മാസ്റ്ററിന്റെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. പ്രവാചക ശിഷ്യൻ പറയുന്നു, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. ബഥേലിലേക്ക് ചെന്നു. ഈ ബഥേല്, ജെറികോ, ജോർദാൻ, ഇവിടെയൊക്കെ പ്രവാചക ശിഷ്യ ഗണങ്ങളുണ്ട്. ഇവരെയൊക്കെ ഒന്ന് കണ്ട് ശുശ്രൂഷകളെ എല്ലാം ഒന്ന് ഭരമേൽപ്പിച്ച് എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് യാത്രയാകാനാണ് ഏലിയാവ് ആഗ്രഹിക്കുന്നത്. എല്ലാവരോടും ശുശ്രൂഷകളെ ഏൽപ്പിക്കുക, ഇന്നതൊക്കെയാണ് ഇനിയുള്ള നിങ്ങളുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് യാത്രയാകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ ഒരാളും കൂടെ കൂടി അവനോട് പറയുന്ന, ശിഷ്യനോട് പറയുന്ന, ഏലീശയോട് പറയുന്നത്, നീ ഇവിടെ നിൽക്ക്, ഇവിടെ ഇരിക്കുക. പക്ഷേ ഏലീശ പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും, നീയാണ് എൻ്റെ ദൈവമാണ്, യഹോവയാണ്, ഞാൻ നിന്നെ ഒരു നാളും, ഞാൻ നിന്നോട് കൂടെ തന്നെ നടക്കും, ഞാൻ നിന്റെ കൂടെ നിന്ന് മാറി നടക്കുകയില്ല എന്ന് പറയും. അങ്ങനെ അവിടെ കാണുന്ന അവിടുത്തെ പ്രവാചകന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. നിനക്കറിയാമോ നിന്റെ യജമാനനെ ഇന്ന് നിന്റെ തലയിൽ നിന്ന് എടുക്കുകയാണ്, നിന്റെ തലയുടെ മുകളിൽ നിന്ന് എടുക്കുകയാണെന്ന് നിനക്കറിയാമോ? ഏലീശയുടെ മറുപടി എന്താ? ഈ കൂടെ നടക്കുന്ന എനിക്കറിയാതെ, നിങ്ങൾ ഇവിടെ കിടന്ന് നിങ്ങൾ അകലം വെച്ചല്ലേ നിൽക്കുന്നത്, നിങ്ങൾ സെമിനാരിയിലോ ഒക്കെ ദൂരത്തില്ലേ, ഞാനിപ്പോ ഇവന്റെ കൂടെ തന്നെ ഉണ്ട്. എനിക്കറിയാം എൻ്റെ മാസ്റ്റർ എടുക്കപ്പെടുകയാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുക, എനിക്കറിയാം എൻ്റെ മാസ്റ്റർ ഇന്ന് പോകും. അങ്ങനെ അവിടെ നിന്ന്, ബഥേലിൽ നിന്ന് എവിടെ എത്തി? ജെറികോയിലെത്തി. എരികോവിലും അതേപോലെ ഏലിയാവ് പറയുന്നു, നീ ഇവിടെ ഇരുന്നോ, സ്റ്റേ ഹിയർ പ്ലീസ്. നോ, നീയാണ്, യഹോവയാണ്, ഞാൻ നിന്റെ കൂടെ തന്നെ. ഇത് എവിടെയെങ്കിലും കേട്ടതായി ഓർമ്മയുണ്ടോ? ഈ വാക്ക് ഉപയോഗിച്ചത് എവിടെയെങ്കിലും കേട്ടതായി ഓർമ്മയുണ്ടോ? രൂത്തിൽ നമുക്ക് ഇതേ ഒരു സംഗതി അവിടെയും കാണാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം ദൈവത്തോട് ക്ലോസ് ആയിരിക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയാതെ ഈ 6 വർഷത്തിൽ ഒരു പ്രവൃത്തി പോലും നിങ്ങളുടെ ജീവിതത്തിലോ എൻ്റെ ജീവിതത്തിലോ കാണാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ജോർദാൻ ഒന്ന് കടന്നു കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പാസ്റ്റർ പറഞ്ഞു, ജോർദാൻ കടന്ന ആർക്കും ഒരു അനുഗ്രഹം ഇല്ലാതെ പുറത്തോട്ട് വന്നിട്ടില്ല. ജോർദാൻ കടന്നിട്ടുള്ള ഒരാൾ പോലും ഒരു അനുഗ്രഹം ഇല്ലാതെ, ഇതിനു മുമ്പ് ജോർദാന് മുമ്പ് എന്ന യോശുവയും ഏകദേശം മില്യൺസ് ഓഫ് പീപ്പിളും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് യോർദാൻ തുറക്കപ്പെട്ടത്. ഇന്ന് യോർദാൻ തുറക്കപ്പെടുന്നത് വെറും 2 പേർക്ക് വേണ്ടി. നിങ്ങൾ വിചാരിക്കും, എൻ്റെ കൂടെ വലിയൊരു ആൾബലമില്ലല്ലോ,
നിങ്ങൾ ആളന്റെ ബലമല്ല. നിങ്ങൾ നിങ്ങളുടെ ഹൃദയമായി യഹോവയോട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉലകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. ലോകം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. യെരിഹോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ ശിഷ്യഗണങ്ങൾ ഒരു ദൂരത്തകലം മാറി നിൽക്കുമ്പോൾ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏലിയാവിന്റെ കൂടെ യോർദാൻ കടന്ന് അപ്പുറത്തെത്തി. അവിടെയും അവന് ഒന്നും ലഭിച്ചിട്ടില്ല അതുവരെയും. ഇല്ല, കിട്ടും അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള പ്രതി. എന്താണ് അവന്റെ മോട്ടീവ്? എന്താ അവന്റെ മോട്ടീവ്? വാട്ട്സ് എ മോട്ടീവ്? ടു സ്റ്റേ ക്ലോസ്. ആദ്യത്തെ ഒരു ചോദ്യവും ആ ഒരു കോൺവെർസേഷനിലും അവന്റെ ഹൃദയത്തിൽ അത് ആഴമായി പതിഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളു. അതങ്ങ് പതിഞ്ഞു ഹൃദയത്തിൽ. അവിടുന്ന് യാത്ര തിരിച്ച് യോർദാൻ കടന്നപ്പുറത്തെത്തുമ്പോൾ ഞാൻ അജുവിനോട് ചോദിച്ച ചോദ്യം തന്നെ നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കർത്താവെ എനിക്ക് എന്ത് വേണം, നിനക്ക് മോനെ അജു ബ്രദറെ അജു മോനെ എന്നാ വേണം നിനക്ക് എന്നൊരു ചോദ്യം നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കാം. ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യാം? ഇന്നേ വരെ എലീശയുടെ ജീവിതത്തിൽ കേൾക്കാത്തൊരു ചോദ്യം യോർദാൻ കടന്നപ്പുറത്ത് ചെല്ലുമ്പോൾ, യോർദാന് മുമ്പിലല്ല, യോർദാൻ കടന്നപ്പുറത്ത് ചെന്നപ്പോൾ ഒരു ചോദ്യം കേട്ടു. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? It's your choice now. It's your choice to respond to this call. ചോദിക്കാം, എനിക്ക് വേണ്ടത് മനു, എനിക്ക് വേണ്ടത് എൻ്റെ മാസ്റ്ററിൻ്റെ ഇരട്ടി പങ്കാണ്. 6 വർഷം ഞാൻ പുറകെ നടന്നത്, ഞാൻ നിന്റെ കൂടെ നടന്നത്, എനിക്കിനിയും ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ശരീരത്തിൽ എനിക്ക് പകർന്നിരിക്കുന്ന ശക്തികൾക്കപ്പുറത്തേക്ക് എനിക്ക് നിന്നിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. നമ്മുടെ ചോദ്യം എന്തായിരിക്കും? അറ്റ്ലീസ്റ്റ് 4 കാലം നിൽക്കാനൊന്ന് പറ്റണം. നമ്മൾ ചോദിക്കുകയാണ് അല്ലേ, നമുക്ക് ആ ചോദ്യം വന്നല്ലേ അജുവിനോടോ എന്നോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയും, ദൈവമേ ആ വീടിൻ്റെ പണി ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ 2 യാത്രയൊക്കെ ചെയ്യായിരുന്നു എന്നൊക്കെ ഞാനും പറഞ്ഞു. അത് നമ്മുടെ ഫോക്കസ് ഈസ് സംവെയർ എൽസ്. കർത്താവ് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളോട് ചോദിക്കുകയാണ്. ഇതുവരെ ഈ ചോദ്യം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പേ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരി സഹോദര, എൻ്റെ കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഈ ചോദ്യം എപ്പോൾ കിട്ടുമെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ ബത്തേലിൽ അവന് സ്വസ്ഥമായിരിക്കാമായിരുന്നു. ഒരു പക്ഷെങ്കിൽ അവന് ജെരിക്കോയിൽ സ്വസ്ഥമായി, ഗിൽഗാലിൽ സ്വസ്ഥമായിരിക്കാമായിരുന്നു, ബത്തേലിൽ ഇരിക്കാമായിരുന്നു, ജെരിക്കോയിൽ ഇരിക്കാമായിരുന്നു. ഇല്ല, അവിടെ എങ്ങും സ്വസ്ഥമായിരിക്കാതെ അവന്റെ കൂടെ നടന്ന് യോർദാൻ കടന്നപ്പുറത്തെത്തിയിട്ട് ചോദിച്ച്, അന്നേരവും യജമാനനോട് ചോദിച്ചില്ല, യജമാനെ എനിക്ക് എന്ത് കിട്ടുമെന്നൊന്നും ചോദിച്ചില്ല. യജമാനൻ ഇങ്ങോട്ട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം? കാരണം നീ വിശ്വസ്തനായി എന്റെ കൂടെ 6-7 വർഷക്കാലം നടന്നെന്ന്. വിശ്വസ്തതയ്ക്ക് വിലയില്ലെന്നുണ്ടോ? ഈ ഭൂലോകത്തിൽ വിലയുള്ള ഒരൊറ്റ വിഷയമേ ഉള്ളൂ. വിശ്വസ്തനായി ഇരുന്നു കഴിഞ്ഞാൽ കർത്താവിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നാളെ എൻ്റെ മുമ്പിൽ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാനിത് പ്രസംഗിച്ചല്ലോ, എനിക്കിതിൽ നിലനിൽക്കണമല്ലോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ട് നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ മുരടിച്ചിരിക്കുമ്പോൾ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, നമ്മൾ ഇത് കേട്ട് ഹൃദയത്തിലേക്ക് കേട്ട് നമ്മൾ യഹോവയോട് കൂടെ നടന്നാൽ നമ്മൾ അക്കരെ എത്തുമ്പോൾ നമ്മളോട് ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? സത്യമായും ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെയുള്ള ചില കുടുംബങ്ങളോട് ആ ചോദ്യം ഇന്ന് പകൽ ദൈവം ചോദിക്കണം.
ഇന്ന് പകൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾ വേദനപ്പെടുന്ന വിഷയത്തിൽ, നിങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങുന്ന വിഷയത്തിൽ, നിങ്ങൾ ഞുറുങ്ങുന്ന വിഷയത്തിൽ, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ യഹോവ ചോദിക്കുവാൻ നിങ്ങൾ ദൈവമേ എന്നോടൊരു ചോദ്യം അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ, എന്റെ കർത്താവ് എന്നോടൊരു ചോദ്യം യഹോവ ചോദിച്ചിരുന്നെങ്കിൽ, മകനെ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം. ആ ചോദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നു മുതൽ യഹോവ നിൽക്കാൻ പറയുന്നിടത്തെ നിൽക്കാവും. യഹോവ നിൽക്കാൻ പറയുന്നിടത്തെ നിൽക്കാവും. അതുവരെ നിങ്ങൾ നടന്നോണം. അതുവരെ നിങ്ങൾ നടന്നോണം. അതുവരെ നിങ്ങൾ നടക്കണം. ഞാൻ നടക്കണം. അവിടെ എത്തി എലിയാവിനോട് ചോദിച്ചു, എലിശയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? നിന്റെ ഇരട്ടി പങ്കു വേണം. അത് ഇച്ചിരി കടുത്ത കാര്യമാണ് നീ ചോദിച്ചത്. പക്ഷേ ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ അത് നിനക്ക് ലഭിക്കും. വീണ്ടും ഒരു ടാസ്ക്. ഞാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന്റെ കൂടെ ഒരു ടാസ്കും. കേട്ടോണം, ചോദ്യത്തിന്റെ കൂടെ ഒരു ആക്ഷനും. ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ നീ ചോദിച്ചത് നിനക്ക് ലഭിക്കും. കാണണമെങ്കിൽ അതിന് ആ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവർ 11-ാമത്തെ വാക്യം, അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വങ്ങളും വന്നവനെ തമ്മിൽ വേർപിരിച്ചു. അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അവർ സംസാരിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ കണ്ടു തന്റെ മാസ്റ്റർ. അവൻ വിളിക്കുന്നൊരു വിളിയുണ്ട്, അതുവരെ വിളിക്കാത്തൊരു വിളി. അതുവരെ അവനൊരു മാസ്റ്റർ ആയിരുന്നു അവൻ. അന്നേരം വിളിക്കുന്നത് എന്താ അറിയോ? മൈ ഫാദർ, മൈ ഫാദർ, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ. ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവരെ. ഇരട്ടി പങ്കെന്ന് പറഞ്ഞുണ്ടല്ലോ, പഴയ നിയമം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇരട്ടി പങ്ക് ആർക്കാ. ഒരു മൂത്ത മകന് കിട്ടേണ്ട ഒരു ഇരട്ടി പങ്ക് അവൻ വിളിച്ചു വാങ്ങിയ. അവൻ മനസ്സിലാവും, അവനെ പിതാവായി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ ഹൃദയത്തിൽ. നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവാണോ? ഇന്ന് സന്ദേശ് ബ്രദറെ, ഇന്ന് നമ്മുടെ കർത്താവിനെ നമ്മുടെ പിതാവാക്കി നമ്മൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പോയാൽ, അത് നമ്മൾ ജീവിതകാലം വരെ നിലനിർത്താൻ ശ്രമിച്ചാൽ, നമ്മുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും. നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മൾ നേരിടുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ടായിരിക്കും. തിരിച്ചു മടങ്ങി വരുമ്പോ ഏലിശയെ സാഷ്ടാംഗം വണങ്ങുന്ന ഒരു പ്രവാചക ശിഷ്യന്മാർ. നിന്റെ റോള് മാറി ലിജോ. ജെരിഗോ വിട്ട് യോർദാൻ കടന്ന് അപ്പുറത്ത് ചെന്ന് അതുവരെ ഇല്ലാത്തൊരു ശുശ്രൂഷയുമായിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചു വരും. കർത്താവിന് വേണ്ടി നമ്മുടെ കരങ്ങളെ, നമ്മുടെ കാലുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സമയങ്ങളെ നമ്മൾ ചലിപ്പിച്ചു തുടങ്ങിയാൽ, വിശ്വാസത്തിൽ നമ്മൾ ചലിപ്പിച്ചു തുടങ്ങിയാൽ, ഇന്ന് പകൽ ഞാൻ പറഞ്ഞ വാക്ക് വളരെ ആത്മാർത്ഥമായി, എനിക്ക് പ്രസംഗം വളരെ നന്നായിരുന്നു എന്ന് കേൾക്കുന്നതിലും അപ്പുറത്തേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കൂടെ നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളുടെ തട്ടുകളിൽ ഇത് പതിഞ്ഞു കിടക്കണം. ഞാൻ യഹോവയുടെ കൂടെ നടന്നാൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ടാകും. ഒരിക്കലും ചോദ്യങ്ങൾക്ക് മുട്ടി ഞാൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കുകയില്ല. ശിവച്ചാൻ, ഞാൻ ഈ കുറച്ച് ഡള്ളായിരിക്കുന്നവരെയാ പേര് വിളിക്കുന്നത് കേട്ടോ. സന്തോഷം ഡള്ളായിരുന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, യഹോവയുടെ കൂടെ നടക്കുക, യഹോവയുടെ കൂടെ നടക്കുക. യോർദാൻ കടന്ന് അപ്പുറത്തെത്തുക. യോർദാൻ കടന്നിട്ടുള്ള ഒരാൾ പോലും തിരിച്ച് ശക്തി പ്രാപിക്കാതെ വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു യോർദാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനത്തിനു വേണ്ടി തുറക്കപ്പെട്ട ആ യോർദാൻ വെറും 2 പേർക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. നമുക്ക് വേണ്ടിയും കർത്താവിന് പ്രവർത്തിക്കുവാൻ വലിയ ആരവാരവങ്ങളുടെ ആവശ്യമില്ല. ഒരു 100 വ്യക്തികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമുക്ക് വേണ്ടി നിരന്തരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം മാത്രം മതിയാണ്.
അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വിഷയത്തിൽ പ്രവർത്തിക്കുവാൻ, മിനിച്ചേച്ചിയും നമ്മുടെ വിഷയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ദൈവത്തിന് മാത്രം കഴിയൂ. ലോകത്തിലെ ഒരു വ്യക്തിക്കും അതിന് കഴിയില്ല. പക്ഷെ ഈ യോർദാൻ കടന്നപ്പുറത്തെത്തിയിട്ട് കർത്താവിൻ്റെ ആ ചോദ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇതുവരെ ആ ചോദ്യം നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ആ ചോദ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അവിടെ നിന്ന് ഇരട്ടി അനുഗ്രഹവും ബലവും പ്രാപിച്ച് ഇപ്പുറത്ത് വരിക, ശുശ്രൂഷകൾ തുടങ്ങുക, വിശ്വസ്തരായിരിക്കുക. ഒരു പ്രതിഫലം വിഭാജിക്കുന്ന ഒരു സമയം വരും. ശുശ്രൂഷയിൽ വിശ്വസ്തരായവരെ എല്ലാം കോൾ ചെയ്യുന്നത്. അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഞാനാണ് അവിടുത്തെ ഒരു ലീഡ് എന്ന് വിചാരിച്ചോ. ലീഡെന്ന് വിചാരിച്ചോ. ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ലാത്തൊരവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ആരും എന്നെ അങ്ങോട്ട് വേണ്ടും വണ്ണം ശ്രദ്ധിക്കുന്നില്ല. ആരും എനിക്കൊരു വില തരുന്നില്ല. അല്ലെങ്കിൽ എനിക്കൊരു വലിയ ഒരു പ്രസക്തി ആ ഭവനത്തിൽ ഇല്ലാത്ത പോലെ സ്വന്തമായ ഒരു തോന്നൽ. ഈ പ്രതിഫല വിഭാജിക്കുമ്പോൾ, ഈ പ്രതിഫലം ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതാ ഉണ്ടാകാൻ പോകുന്നത്. വീടിന്റെ ഒരു കോർണറിൽ മാറി നിൽക്കേണ്ടവര് 28, 30, 40 വർഷം നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് വീട്ടിൽ ഒരു ആദ്യത്തെ കണ്ണിയായി മുമ്പിൽ നിൽക്കേണ്ട ഞാൻ എവിടെയോ കോർണറിൽ വിഭാജിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റും. കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുവാനും ആ ചോദ്യം നമുക്ക് കിട്ടുന്നത് വരെ അവന് വേണ്ടി കൂടെ നടന്ന് ചോദ്യം കട്ടിയിട്ട് അടുത്ത ടാസ്ക് കിട്ടി കേട്ടോ. അടുത്ത ടാസ്കും കൂടെ കിട്ടി. നീ എന്നെ ചോദിച്ചതിന് ശേഷം നീ എന്നെ പോകുന്നത് കാണണം. സോ വിശ്വസ്തനായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ദൈവസന്നിധിയിൽ ദൈവം പറയുന്നത് ചെയ്യുക. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക. കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ നമുക്ക് തരേണ്ടതും ആത്മീക ജീവിതത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങളും നമുക്ക് തന്ന് ദൈവം നമ്മളെ നടത്തുകാരിടയായി. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. വളരെ ആഗ്രഹത്തോടെയാണ് പ്രാർത്ഥിച്ച് ഞാൻ നേരത്തെയൊക്കെയുള്ള പ്രസംഗങ്ങളിൽ ഏകദേശം 1 മാസം മുമ്പേ ഞാനിങ്ങനെ ഈ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. പ്രിപ്പറേഷൻ ഇപ്പോൾ അടുത്തടുത്ത് നമ്പറുകൾ വരാറായപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ആ ഫ്രീക്വൻസി ഒന്ന് കുറച്ചു. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പിലേ ഞാൻ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങാറുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, സത്യമായിട്ട് ഞാൻ പറയുക കേട്ടോ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുടെ വാക്കുകളുടെ ചാതുര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇതാരുടെയെങ്കിലും ഹൃദയത്തിൽ തൊടുകയും അതവർക്ക് നിലനിൽക്കുന്ന ഒരു വിജയമായി തീരുകയും ചെയ്യണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ എൻ്റെ കാതലായ വിഷയം അത് മാത്രമാണ്. ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധരായി നമുക്ക് യോർദാൻ കടക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ.